ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത, ഇറ്റ് വിൽ ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ക്ലോസിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ്, ദെൻ പ്രോഫിറ്റ്. ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും ഇതിൽ. ഒരു നോർമൽ കോസ്റ്റ് ഷീറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ അതൊരു 1 മന്തിലെ ഡാറ്റയാണ് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാ തന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രൈം കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്താണ്? റോ മെറ്റീരിയൽ ഉണ്ട്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഇതിൽ റോ മെറ്റീരിയൽ എന്തിന്റെ ഭാഗമാണ്? പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ്. സോ വൈൽ കാൽക്കുലേറ്റിംഗ് പ്രൈം കോസ്റ്റ് you have to consider raw material consumed. For that, first of all, you have to add opening stock of raw material. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. Then കൺസംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ that should be added. നമ്മൾ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 100 രൂപയുടെ ക്വാണ്ടിറ്റി ഓൾറെഡി ഉണ്ടായിരുന്നു ഓപ്പണിംഗ്. Then നമ്മൾ 50 രൂപയുടെ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് 50 രൂപ ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കോസ്റ്റ് എത്രയായി? 200 രൂപയായിട്ടുണ്ട് അല്ലെ? ഇതിന്റെ അർത്ഥം 200 രൂപയും ഞാൻ കൺസ്യൂം ചെയ്തതല്ല. ഞാൻ എന്തുകൂടെ ചെക്ക് ചെയ്യണം? 200 രൂപയുടെ ഗുഡ്സ് വാങ്ങി വെച്ചതിൽ എനിക്ക് ഇവിടെ 80 എണ്ണം ബാക്കി ഉണ്ടെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച് എത്രയുള്ളൂ? 120 ഉള്ളൂ അല്ലെ? സോ ദിസ് എമൗണ്ട് ഷുഡ് ബി കൺസിഡർ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഓപ്പണിംഗ് ഇൻസേർട്ട് ചെയ്തു. Then during this period നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. Then പർച്ചേസ് ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ that should be added. Then നമ്മൾ ഒരു എമൗണ്ടിലേക്ക് എത്തി. ആ എമൗണ്ടിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് 30th സെപ്റ്റംബറിനുള്ള സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. അത് ഈ ടോട്ടലിൽ നിന്ന് ഡിഡക്ട് ചെയ്തപ്പോൾ നമുക്ക് 51,000 കിട്ടി. ഇതാണ് എന്ത്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. എന്താണ്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഈ റോ മെറ്റീരിയൽ കൺസ്യൂമിനോടുകൂടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ കം അക്രോസ് വിത്ത് ആൻ എമൗണ്ട് ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ്. അതെന്താണ്? പ്രൈം കോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് ഫേസ് നമ്മൾ ഫിനിഷ് ചെയ്തു. മീൻസ് കാൽക്കുലേഷൻ ഓഫ് പ്രൈം കോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രൈം കോസ്റ്റ് മാത്രം ഇവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് മാത്രം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കേണ്ടതാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത്, വർക്ക് കോസ്റ്റിലേക്കാണ് പോവുക, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിലേക്ക് നമ്മൾ പോവുക. അപ്പൊ ഇവിടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ അഡ്ജസ്റ്റ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കൺസംഷനും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഫാക്ടറി ഓവർഹെഡിലേക്ക് വന്നപ്പോ ഇവിടെ ഇൻഡയറക്റ്റ് വേജസ് ഉണ്ട്, ഫാക്ടറി റെന്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അത് മൂന്നും നമ്മൾ എന്ത് ചെയ്തു? പ്രൈം കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്തത്? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് ആഡ് ചെയ്തു. ഇതിലൊരിക്കലും പർച്ചേസ് വരില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് വരില്ല? പർച്ചേസ് വരില്ല. ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്ത് വരില്ല? പർച്ചേസ് വരില്ല. എവിടെ വരുള്ളൂ? റോ മെറ്റീരിയൽ മാത്രമേ പർച്ചേസ് വരുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പം ഓപ്പണിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് നമ്മൾ ആഡ് ചെയ്തു, ക്ലോസിംഗ് നമ്മൾ ലെസ് ചെയ്തു. അപ്പം പ്രൈം കോസ്റ്റിനോട് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തിലേക്ക് നമ്മൾ എത്തി? വർക്ക് കോസ്റ്റിലേക്ക് എത്തി. എവിടേക്ക് എത്തി? വർക്ക് കോസ്റ്റിലേക്ക്. വർക്ക് കോസ്റ്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പൊ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിലേക്ക് പോയ സമയത്ത് നമുക്ക് ഒരു ഐറ്റം ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ഓഫീസ് റെന്റ്. ഓഫീസ് റെന്റ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്തെത്തി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്തി. എന്തെത്തി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര കിട്ടിയിരിക്കുന്നത്? 1,20,250 കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഇതിൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓക്കെ, അതായത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് നമ്മൾ ലെസ് ചെയ്യും. നമ്മൾ നേരത്തെ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ഓപ്പണിംഗ് ആഡ് ചെയ്തു, ക്ലോസിംഗ് നമ്മൾ
ലെസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി സെറ്റ് ആക്കുന്ന സമയത്ത് എത്ര കോസ്റ്റ് വരുന്നോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അത് വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെലവുണ്ട്. പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് 2500 ചെലവ് വന്നിട്ടുണ്ട്. ദെൻ അഡ്വർടൈസ്മെന്റ് വേണ്ടി 3500 വന്നിട്ടുണ്ട്. ദെൻ ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ട മറ്റു ചെലവുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി 12500 ഉണ്ട്. അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽ വാങ്ങി അതിൽ വർക്ക് ചെയ്തു, ദെൻ അതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അതിനെ വർക്ക് ചെയ്തു, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അത് മാർക്കറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് ഒക്കെ ഇൻക്രീറ്റ് നമ്മൾ ഒരു എമൗണ്ടിൽ എത്തി. ഇത് വിൽക്കാൻ വേണ്ടി റെഡിയാണ്. ഓക്കെ, എല്ലാം നമ്മൾ വിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ 120 രൂപയാണ് അതിന് ഒരു കോസ്റ്റ് വരുന്നത്, അല്ലെ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് എത്ര വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു 30 രൂപ കൂടെ കൂട്ടിയിട്ട് ഇതെന്താണ് പ്രോഫിറ്റ്, എത്രയ്ക്ക് വിൽക്കാം? 150. ഇതെന്താണ് സെല്ലിംഗ് പ്രൈസ് ആണ്, ഇതെന്താണ് പ്രോഫിറ്റ് ആണ്, ഇതെന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലെ? കോസ്റ്റ് ഓഫ് സെയിൽസ് എനിക്ക് 120 ഉണ്ട്, വിറ്റാൽ എനിക്ക് 150 കിട്ടും. അങ്ങനെയാണ് എന്റെ പ്രോഫിറ്റ് എത്രയാ? 30 രൂപയാണ്. അപ്പൊ സെയിം പോയിന്റിലേക്ക് നമ്മൾ എത്തി. കോസ്റ്റ് ഓഫ് സെയിൽസ് 1,55,750. ദെൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സെയിൽസ് എത്രയാണ്? 2 ലക്ഷം. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും പ്രോഫിറ്റ് എത്രയാണ് അല്ലെ? 1,55,750, 250, 56, 4, 60, 44, 250 അല്ലെ? 44, 250 ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് വൈഡർ ദാൻ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിനേക്കാൾ കുറച്ചും കൂടെ വൈഡർ ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം.